ഇന്ന് മഹാഭാരതത്തിലെ അംബിക അംബാലികമാരുടെ കഥയൊന്ന് നോക്കിയാലോ. കഴിഞ്ഞ വീഡിയോയിൽ ശന്തനു മഹാരാജാവും സത്യവതിയുമായിട്ടുള്ള വിവാഹത്തിൻ്റെ കഥയൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ പിന്നെ ഈ ദമ്പതിമാർക്ക് 2 പുത്രന്മാരാണ് ഉണ്ടായത്. ശന്തനുവിനും സത്യവതിക്കും പിന്നെ ചിത്രാംഗദനെന്നും വിചിത്ര വീരനും എന്നുള്ള 2 ആൺമക്കളാണ് ഉണ്ടായത്. ശന്തനു മഹാരാജാവ് ഭരണം ഒക്കെ നടത്തി കുറേ കഴിഞ്ഞപ്പോൾ മരണപ്പെട്ടു. അത് കഴിഞ്ഞപ്പോൾ ചിത്രാംഗദനെ ഭീഷ്മർ രാജാവായി വാഴിച്ചു. പിന്നെ ചിത്രാംഗദൻ അദ്ദേഹത്തിൻ്റെ തന്നെ പേരുള്ള ഒരു ഗന്ധർവനുമായിട്ട് ഉള്ള യുദ്ധത്തിൽ മരണപ്പെടുകയാണ് പിന്നീട്. അപ്പോൾ ചെറിയ കുട്ടിയായിരുന്ന വിചിത്രവീരനെ ഭീഷ്മർ രാജാവായി വാഴിച്ചു. പിന്നെ രാജ്യം ഒന്നും ഭീഷ്മർക്ക് വേണ്ടല്ലോ. അപ്പോൾ ചെറിയ കുട്ടിയെ തന്നെ രാജാവായി വാഴിച്ചു. വിചിത്രവീരൻ വലുതായി. അപ്പോൾ സത്യവതി ഭീഷ്മരെ സമീപിക്കുകയാണ് വിചിത്രവീരനെ കല്യാണം കഴിപ്പിക്കുന്ന കാര്യത്തിൽ. ആ സമയത്താണ് കാശി രാജാവിൻ്റെ മക്കളായ അംബിക അംബാലിക 3 പേരെ കുറിച്ച് ഭീഷ്മർ അറിയുന്നതും അവരെ ബലമായി ഭീഷ്മർ വിചിത്രവീരന് കല്യാണം കഴിക്കുവാനായിട്ട് പിടിച്ചുകൊണ്ട് വരികയാണ് ചെയ്തത്. അപ്പോൾ അതിൽ അംബയ്ക്ക് മൂത്തവളായ അംബയ്ക്ക് പിന്നെ സാലരാജാവുമായിട്ട് പ്രണയമായിരുന്നു. അത് ഭീഷ്മരുടെ പറഞ്ഞപ്പോൾ ഭീഷ്മർ അംബയെ വിട്ടയക്കുകയാണ് ഉണ്ടായത്. പിന്നെ അംബികയും അംബാലികയും അവർ 2 പേരെയും വിചിത്രവീരന് കല്യാണം കഴിച്ചു കൊടുത്തു. 6-7 വർഷം കഴിഞ്ഞു. പിന്നെ മക്കളൊന്നും ഉണ്ടായില്ല. പിന്നീട് വിചിത്രവീരൻ മരണപ്പെട്ടു. അപ്പോൾ രാജവംശം നിലനിർന്നു പോകണ്ടേ, കുട്ടികളൊന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെ സത്യവതി ഭീഷ്മരെ സമീപിക്കുകയാണ്. എങ്ങനെയെങ്കിലും നീ ഇവരെ പിന്നെ സ്വന്തം വിവാഹം കഴിച്ചിട്ട് രാജവംശം നിലനിർത്തണമെന്ന്. പക്ഷേ ഭീഷ്മർ സത്യവതിയുടെ അപേക്ഷ നിരസിക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ ശബ്ദം നിറവേറ്റി തന്നെ പോന്നു. അപ്പോഴും സത്യവതി പിന്നെ എന്താണ് വഴിയെന്ന് ആലോചിച്ചപ്പോൾ തൻ്റെ മൂത്ത പുത്രനായിട്ട് വ്യാസൻ പരാശര മുനിയുടെ തനിക്കുണ്ടായ മൂത്തപുത്രനെ കുറിച്ച് ആലോചിച്ചത്. എപ്പോൾ അമ്മയ്ക്ക് തന്നെ കാണണം എന്ന് ആഗ്രഹം ഉണ്ടായാലും മനസ്സിലോർത്താൽ മതി, അപ്പോൾ ഞാൻ വരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വേദവ്യാസനെ സത്യവതി വിളിച്ച് വരുത്തുകയാണ്. എന്നിട്ട് തൻ്റെ ആഗ്രഹം പറഞ്ഞ് ഇതുപോലെ രാജവംശം നിലനിർത്തിക്കൊണ്ടു പോകാനായിട്ട് വേദവ്യാസൻ ഈ 2 പിന്നെ നാരികളെ സ്വീകരിക്കണം, അംബികയെ അംബാലികയെ. അംബിക പിന്നെ വളരെ പ്രാകൃതമായിരുന്ന വേദവ്യാസനെ അംബിക സമീപിച്ചത് കണ്ണ് ഇറുക്കി അടച്ചിട്ടാണ്. അപ്പം അങ്ങനെ ഉണ്ടായ കുട്ടിയാണ് ധൃതരാഷ്ട്ര, ജന്മനാ അന്ധനായിരുന്ന ധൃതരാഷ്ട്രം. അതുപോലെ അംബാലിക വേദവ്യാസനെ സമീപിച്ചതും പിന്നെ വളരെ വെളുത്ത് അങ്ങനെയാണ് വ്യാസൻ്റെ അടുത്തോട്ട് പോയത്. അപ്പോൾ അങ്ങനെ ഉണ്ടായ കുട്ടി പാണ്ഡു. ഈ 2 കുട്ടികളും ഇങ്ങനെ ആയപ്പോൾ നല്ലൊരു കുട്ടിയെ കിട്ടണം എന്ന് വിചാരിച്ച് സത്യവതി വീണ്ടും അംബിയെ വ്യാസൻ്റെ അടുത്തോട്ട് അയക്കുകയാണ്. അപ്പോൾ അംബിയെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ദാസിയാണ് ഇത്തവണ വ്യാസരുടെ അടുത്തേക്ക് വിട്ടത്. അപ്പം വളരെ സന്തോഷത്തോടു കൂടി വേദവ്യാസരെ പ്രാപിച്ച ദാസിയിലുണ്ടായ പുത്രനാണ് വിദുരർ. മഹാഭാരത കഥയിൽ കൗരവരുടെ പക്ഷത്ത് നിന്ന് വിദുരർ വളരെ ഒരു ജ്ഞാനത്തിൻ്റെ ഒരു ആളായിട്ടാണ് നമ്മൾ അറിയപ്പെടുന്നത്. അങ്ങനെയാണ് വിദുരർ ജനിക്കുന്നത്. ഇതാണ് അംബിക അംബാലികമാരുടെ